Good morning all, welcome to the video tutorial. So today we are going to discuss about again previous questions, and this is based on 2016 January CYT 100 paper, and we are going to discuss part B session, and it is based on 2015 scheme. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. പാർട്ട് ബിയിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 മാർക്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മാർക്ക് എഴുതേണ്ടത്. പാർട്ട് എയിൽ 2 മാർക്സ് ആയിരുന്നു. അപ്പോൾ 2 മാർക്സിനേക്കാളും കുറച്ചുകൂടെ പോയിന്റ്സുകൾ ഇവിടെ വരും. ഈ ഒരു ആൻസറിൽ നമ്മൾ ആ ഒരു രീതിയിൽ ആൻസർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 3 പോയിന്റ്സ് ഓഫ് കമ്പാരിസൺ ബിറ്റ്വീൻ UV ആൻഡ് IR സ്പെക്ട്രം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. UVയും IRും പഠിച്ച ഒരാൾ ഇനി 3 കമ്പാരിസൺ ആണ് ചെയ്യേണ്ടത്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കുറച്ച് പോയിന്റ്സുകൾ. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ്സുകൾ എഴുതാം. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റാണ് എഴുതിയിട്ടുള്ളത്. UV, IR, ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി, വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി. ആക്ച്വലി ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം കൗണ്ട് ചെയ്തത് ഇവിടെ വേവ് ലെങ്ത് അല്ലെ റേഞ്ച് ആണ്. UVന്റെ റേഞ്ച് നമുക്കറിയാം, UV വിസിബിൾ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ 100 to 400 ആണ് ഫസ്റ്റ് UVന്റെ റേഞ്ച്. 400 to 800 നാനോമീറ്റർ ആണ് വിസിബിളിന്റെ റേഞ്ച്. ഈ നാനോമീറ്റർ നിങ്ങൾ എഴുതുക എന്തായാലും, ഒരു യൂണിറ്റിലാണല്ലോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് IRലോട്ട് വരുമ്പോൾ വേവ് ലെങ്ത് വരുന്നത് 400 സെന്റിമീറ്റർ ഇൻവേഴ്സ് ടു 4000 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ സെന്റിമീറ്റർ ഇൻവേഴ്സ് അവിടെ കാണിക്കുക. ആ റേഞ്ചിലാണ് IR സ്പെക്ട്രം കിട്ടുക എപ്പോഴും. പിന്നെയുള്ളത് നമുക്ക് UV തരുന്ന ഇൻഫർമേഷൻ എപ്പോഴും കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട് അല്ലെ കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ, കോൺജുഗേറ്റഡ് പൈ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതേപോലെ നമുക്ക് IR തരുന്ന ഇൻഫർമേഷൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ്. ആ ഒരു പോയിന്റ് ആണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത പോയിന്റ് പ്ലോട്ട്സിനെ വെച്ചിട്ടാണ്. UVന്റെ പ്ലോട്ട്സ് നമുക്കറിയാം, അബ്സോർബൻസ് വേഴ്സസ് വേവ് ലെങ്ത്. അതൊരു ബ്രോഡ് പീക്ക് ആയിട്ടാണ് കിട്ടുന്നത്. അതൊക്കെ നമുക്കറിയാലോ. നമ്മൾ IRൽ വരുമ്പോൾ ഇൻവേർട്ടഡ് പീക്കുകളാണ്. പെർസെൻറ്റേജ് ഓഫ് ട്രാൻസ്മിറ്റൻസ് വേഴ്സസ് വേവ് നമ്പർ മാറിപ്പോകരുത്. ആ ഒരു രീതിയിലാണ് നമ്മൾ പ്ലോട്ട്സ് വരക്കുന്നത്. Next question, write 3 advantages of hydrogen oxygen fuel cell. Direct question. നിങ്ങൾക്ക് any advantages എഴുതാം ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിന്റെ കേസിൽ. ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാം. ആൻഡ് ഫ്യൂവൽ സെൽ ഹാസ് ഹൈ എഫിഷ്യൻസി ഉള്ള സെല്ലുകളാണല്ലോ. പിന്നെ ഇറ്റ് ഡസ് നോട്ട് കോസ് any pollution and they are free of noise, vibration, heat transfer, etc. And the only byproduct is water which is used for ringing in space station. And mainly ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ byproduct വാട്ടർ ആണെന്നുള്ളൊരു പോയിന്റ് ആണ്. പല ഇൻഡസ്ട്രിയൽ എഞ്ചിനും അല്ലെങ്കിൽ ഫ്യൂവൽ സെല്ലിന്റെ ഒക്കെ കേസുകളിൽ byproduct എപ്പോഴും ഒരു പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ ഫ്യൂവൽ സെല്ലിന്റെ കാര്യത്തിൽ ആ പ്രശ്നമുണ്ടോ? ഇപ്പോഴും നമുക്ക് byproduct വാട്ടർ ആണ്. വാട്ടർ ഒരിക്കലും ഒരു ഹാംലെസ് എഫക്റ്റും ഉണ്ടാക്കില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് കൗണ്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 എഴുതിയാൽ മതി. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കുറച്ച് ലെങ്ത് ഉണ്ട് ബട്ട് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ദ ടേം സെൽ കോൺസ്റ്റന്റ്. ദ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഓഫ് എ 0.3 നോർമൽ KCl സൊല്യൂഷൻ at 27 degrees Celsius is 0.028 Siemens centimeter inverse. Resistance of the cell containing the solution is 300 ohms. Determine cell constant. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുക എപ്പോഴും. സെൽ കോൺസ്റ്റന്റിന്റെ ഡെഫിനേഷൻ 1 മാർക്ക് ആൻഡ് റിമൈനിങ് 2 മാർക്സ് കിട്ടാൻ പോകുന്നത് ഈ പ്രോബ്ലത്തിനാണ്. അപ്പം നിങ്ങൾ ഇത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനിലും 3 മാർക്ക് ഡയറക്റ്റ് തരാം അല്ലെ. ഓരോ 3 പോയിന്റുകൾക്കും 3 മാർക്ക്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സ്പ്ലിറ്റിങ് വരുന്നത് 1+2 എന്നുള്ള രീതിയിലാണ്. ആദ്യം നമുക്ക് സെൽ കോൺസ്റ്റന്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ സെൽ കോൺസ്റ്റന്റ് കണ്ടക്ടിവിറ്റി സെല്ല് പഠിച്ച ആൾക്കാരാണ്. കണ്ടക്ടിവിറ്റി സെൽ എന്താണെന്ന് അറിയാം. കണ്ടക്ടിവിറ്റി സെല്ലിൽ ഈ ഒരു L എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്, 2 ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദിസ് പ്ലേറ്റ്. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് സെൽ കോൺസ്റ്റന്റ് K. In the conductivity cell, distance between 2 electrodes and area of electrode are fixed. അത് എപ്പോഴും ഒരു ഫിക്സ്ഡ് വാല്യൂ ആയിരിക്കും ഓരോ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് കണ്ടക്ടിവിറ്റി സെല്ലിനും. അതിനെയാണ് നമ്മൾ സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് L/A. യൂണിറ്റ് വേണമെങ്കിൽ അതും എഴുതാം, സെന്റിമീറ്റർ ഇൻവേഴ്സ് ഓർ മീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോയിന്റ്. അടുത്തത് പ്രോബ്ലം. സ്പെസിഫിക് കണ്ടക്ടൻസ് ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ്. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എപ്പോഴും ആലോചിക്കുക. ഇതാണ് ഇതിന്റെ മെയിൻ പ്രോബ്ലത്തിന്റെ ഇക്വേഷൻ, സ്പെസിഫിക് കണ്ടക്ടൻസ്. ഇപ്പോൾ ഇവിടെ കുറേ പ്രശ്നങ്ങൾ വരുന്നത്
ഈ കണ്ടക്ടിവിറ്റി, കണ്ടക്ടൻസ്, അങ്ങനെ കുറേ ടേംസ് വരുന്നുണ്ടല്ലോ. സ്പെസിഫിക് കണ്ടക്ടൻസ് തന്നെയാണ് കണ്ടക്ടിവിറ്റി, അത് മാറിപ്പോകരുത്. അപ്പം നമ്മളോട് വെച്ചിട്ടുള്ളത് കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ്, ഈ ഇക്വേഷൻ അവിടെ പഠിച്ചു വെക്കുക. ഇത് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പലതും കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? തന്നിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള വാല്യൂ എന്ന് പറയുന്നത് സ്പെസിഫിക് കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്, അതായത് സ്പെസിഫിക് കണ്ടക്ടൻസ്. പിന്നെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ അല്ലേ. രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ട്, സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഇക്വേഷൻ ഡിഫൈൻ ചെയ്തു, സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു ഇതിങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, സ്പെസിഫിക് കണ്ടക്ടൻസ് ബൈ കണ്ടക്ടൻസ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 0.028 ഡയറക്റ്റ് തന്നിട്ടുണ്ട്. യൂണിറ്റ് എഴുതുക, സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് ഡിവൈഡ് ബൈ കണ്ടക്ടൻസ് ഇല്ല, കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാലോ, 1 ബൈ റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ 1/300 എവിടെ എഴുതി കൂടെ, 1/300 ഓം. അപ്പോൾ 1 ബൈ, ഇതൊരു 1 ബൈ ആയിട്ട് വരുന്നതുകൊണ്ട് ഓം ഇൻവേഴ്സ് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയേ ഉള്ളൂ. 1/300 അങ്ങനെ തന്നെ എഴുതി, അത് മുകളിലോട്ടേക്ക് പോകുമല്ലോ. ഇത് ഇങ്ങനെ എഴുതി എന്തിനാന്ന് വെച്ചാൽ യൂണിറ്റ് ക്യാൻസൽ ചെയ്ത് പോകുന്നൊക്കെ ക്യാൻസൽ ചെയ്ത് പോട്ടെ. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ടക്ടൻസിന്റെ 3 യൂണിറ്റുകളാണ് ഓം, ഇൻവേഴ്സ്, മോ, സീമൻ. അപ്പോൾ ഈ സീമൻ ഈക്വലന്റ് എന്താണ്, ഓം ഇൻവേഴ്സ് ആണ്, രണ്ടും വെട്ടിപ്പോകും. സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് റിമൈൻഡ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടി 8.4 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. ഈ ഇക്വേഷന്റെ എല്ലാ പ്രോബ്ലം, ഇതേ ടൈപ്പ് പ്രോബ്ലത്തിന് ഈ ഇക്വേഷൻ പഠിക്കുക, അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നാച്ചർ ഓഫ് ബോണ്ടിങ് ഇൻ കാർബൺ നാനോ ട്യൂബ്, റൈറ്റ് ടു ആപ്ലിക്കേഷൻ ഓഫ് കാർബൺ നാനോ ട്യൂബ്. ഇവിടെയും മാർക്കിന്റെ സെപ്പറേഷൻ വരുന്നുണ്ട്. വാട്ട് ഇസ് ദ നാച്ചർ ഓഫ് കാർബൺ നാനോ ട്യൂബ്, അതിന് 1 മാർക്ക് ആയിരിക്കാം. റൈറ്റ് ടു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതിന് ചിലപ്പോൾ 2 മാർക്ക് ആയിരിക്കാം. അത് നിങ്ങളുടെ സ്കീമിൽ തരുന്ന പോലെയാണ് കേട്ടോ വാല്യുവേഷൻ. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 പാർട്ടായിട്ട് തന്നതാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ മാർക്ക്, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മാർക്ക് അനുസരിച്ച് എഴുതാൻ ശ്രമിക്കാം. കാർബൺ നാനോ ട്യൂബിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇങ്ങനത്തെ ഒരു ഫിഗർ വരച്ചു വെച്ചാൽ നല്ലത്. ഹെക്സഗണൽ റിങ്സ് ഉണ്ട്. അപ്പോൾ കാർബൺ നാനോ ട്യൂബിൽ ഹെക്സഗൺ റിംഗ് മാത്രമല്ല പെന്റഗൺ റിങ്സും ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ കാർബൺ ആറ്റം ആണ് ഇവിടെയുള്ളത്, ഇത് തമ്മിലുള്ള ബോണ്ട് കോവാലന്റ് ബോണ്ട് ആണ്. ഇനി അവിടെയുള്ള ഹൈബ്രിഡൈസേഷൻ sp2 ആണ്, അത് ഓർക്കുക. ഹെക്സഗണൽ റിംഗ് കാണിച്ചിട്ടുണ്ട്. കോവാലന്റ് sp2 ബോണ്ട്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ കാർബൺ ആറ്റം, അതാണ് അവരെങ്ങനെ ഭയങ്കര സ്ട്രെങ്ത്തിൽ നിൽക്കുന്ന ഒരു മെയിൻ സംഭവം. ഈ കോവാലന്റ് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അതിനാണ് ചോദിച്ചിട്ടുള്ള നാച്ചർ ഓഫ് ബോണ്ടിങ്. കോവാലന്റ് ബോണ്ട് ആണ് sp2 ഹൈബ്രിഡൈസേഷൻ. ഈ 2 പോയിന്റ് ആണ് അവിടെ മെയിൻ ആയിട്ട് നോക്കുക. ആൻഡ് അപ്പോൾ അതിന്റെ കൂടെ ഞാൻ അഡീഷണലി കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത് ഗ്രാഫീന്റെ ഷീറ്റുകളാണ്. അതേപോലെ sp2 ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആറ്റംസിനെ കാണാൻ പറ്റും. ആൻഡ് കാർബൺ ആറ്റംസ് ഇൻ നാനോ ട്യൂബ്സ് ആർ ഗ്രേറ്റ് അറ്റ് ഫോമിങ് കോവാലന്റ് ബോണ്ട്സ്. ഇങ്ങനെ അത്രയും ഒരു ഹെക്സഗൺ ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഒക്കെ ആയിട്ടാണ് ഇവർ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിച്ചതനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഈ 2 കാര്യം സ്ട്രെസ് ചെയ്യുക, കോവാലന്റ് ബോണ്ടും sp2 ബോണ്ടിങ്ങും. ആപ്ലിക്കേഷൻ 2 ആപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു 2 ആപ്ലിക്കേഷൻ ഇവിടെ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഒന്ന് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നമുക്ക് കാർബൺ നാനോ ട്യൂബിനെ യൂസ് ചെയ്യാം, സോളാർ സെല്ലുകളിലും യൂസ് ചെയ്യാം. ഇനി ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ തന്നെ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ട്രാൻസിസ്റ്ററുകളായിട്ട് നാനോ ട്യൂബ് ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സുകൾ ഉണ്ട്, റൂം ടെമ്പറേച്ചറിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് അപ്പോൾ ഈ ഒരു പോയിന്റ് ആലോചിച്ച് വെക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾ ഇത്രയും വലിയ ലെങ്ത് ഉള്ള ഒരു സെന്റൻസ് ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് കിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ ആലോചിക്കാം, നാനോ ട്യൂബിന് ഇലക്ട്രിക്കൽ ഫീൽഡിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, സോളാർ സെല്ലിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ തന്നെ ട്രാൻസിസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അത്രയും ആലോചിക്കാൻ ഈ പോയിന്റ് ഡെവലപ്പ് ചെയ്യാം. നാനോ ട്യൂബ് ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് ആലോചിക്കാം. പിന്നെ മിനിയേച്ചറൈസിങ് ഇലക്ട്രോണിക് ഡിവൈസസ്, അതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ്. എന്തായാലും CNTs കാർബൺ നാനോ ട്യൂബ് വളരെ എക്സ്ട്രീംലി സ്മോൾ ആയിട്ടുള്ള ഒന്നാണല്ലോ. സോളാർ സെല്ലിലും നമുക്ക് യൂസ് ചെയ്യാം. അതായത് കാർബൺ നാനോ ട്യൂബിന്റെ ഫുള്ളറീൻസ് ആയിട്ടുള്ള മിക്സ്ചർ നമുക്കൊരു സോളാർ സെൽ പാനലിലും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ പോകുന്നത് റൈറ്റ് ദ കോമ്പോസിഷൻ ആൻഡ് യൂസസ് ഓഫ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇതിനും 2 പാർട്ട് ഉണ്ട് അല്ലേ. ഏതൊക്കെ 2 പാർട്ട് ഉള്ളത്? എന്താണ് കോമ്പോസിഷൻ, എന്താണ് നാച്ചുറൽ ഗ്യാസിന്റെ യൂസ്. നാച്ചുറൽ ഗ്യാസിന്റെ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്, അതിന്റെ യൂസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, നാച്ചുറൽ ഗ്യാസിന്റെ കോമ്പോസിഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, കമ്പസ്റ്റബിൾ മിക്സ്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ ഗ്യാസസ്. ഒരുപാട് ഹൈഡ്രോ കാർബൺ ഗ്യാസസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരു ബേൺ ചെയ്യാൻ പറ്റുന്ന കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മിക്സ്ചർ ആണ് നാച്ചുറൽ ഗ്യാസ്. ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ കോമ്പോസിഷൻ ആണ്. അപ്പോൾ കോമ്പോസിഷൻ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻലി ഉള്ള ആൾക്കാർ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. മെയിൻ കോമ്പോണന്റ് എന്ന് പറയുന്നത് മീത്തൈൻ ഗ്യാസ് ആണ്. മീത്തൈൻ ആണ്
പിന്നെ ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ ആ ഒരു ഓർഡറിൽ അങ്ങ് എഴുതി കൊടുത്താൽ മതി. മെയിനായിട്ട് മീതെയിൻ ആണെന്ന് പറയും, മെജോറിറ്റിയും മീതെയിൻ ആണ്. കണ്ടോ ഇവിടെ കൂടുതലും മീതെയിൻ ആണ്, പിന്നെ ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ. ഇതിൻ്റെ കൂടെ ഈ ഫോർമുലയും കൂടെ എഴുതി കഴിഞ്ഞാൽ അഡീഷണൽ ഒരു ബെനിഫിറ്റ് പോലെ. പിന്നെ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടൻസേറ്റ് ചെയ്ത് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന കുറേ, കണ്ടൻസ് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ അതർ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ സൾഫൈഡ്, ഹീലിയം, ഇങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എനർജി കോമ്പണന്റ് ആണെങ്കിൽ ഇത് നോൺ എനർജി കോമ്പണന്റ് ആണെന്ന് പറയാം. ഇതൊക്കെ ഉണ്ട് നോട്ട് ഇൻ ഓർഡർ ഓഫ് അബണ്ടൻസ്, അധികമില്ല. ഇതാണ് ഏറ്റവും കൂടുതലുള്ളത്. മെയിൻലി നിങ്ങൾ ഈ 4 പേരെ ഓർത്താൽ മതി, മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, അത്രയേ ഉള്ളൂ. ഇനി യൂസസ് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഫ്യൂലായിട്ട് യൂസ് ചെയ്യാം, സോഴ്സ് ഓഫ് പവർ ആണ്. ഡൊമസ്റ്റിക് ഫ്യൂവൽ എന്ന് പറയുമ്പോൾ തന്നെ പവറിന്റെ സോഴ്സ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ കാർബൺ ബ്ലാക്കിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം ഈ ഒരു നാച്ചുറൽ ഗ്യാസ്. ഈ യൂസ് നിങ്ങൾ എന്താണോ പഠിച്ചത്, നിങ്ങൾക്ക് എന്താണോ എളുപ്പം അത് നോക്കിയിട്ട് എഴുതിയാൽ മതി. 3 പോയിന്റ്സുകളെങ്കിലും മിനിമം എഴുതിയാൽ നല്ലത്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? What is viscosity index? Soils having high viscosity need not necessarily having high viscosity index. Comment. ഇതും ഒരു ക്വസ്റ്റ്യന് 2 പാർട്ടായിട്ടാണ് വരുന്നത്, അത് ശ്രദ്ധിക്കുക. അതായത് 3 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ബട്ട് ഇതിന്റെ ഒരു ഡിവിഷൻ വരുന്നുണ്ടോ? വിസ്കോസിറ്റി എന്താ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, വിസ്കോസിറ്റി ഇൻഡെക്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. പിന്നെ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ അതിനും നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ആദ്യം ഞാൻ വിസ്കോസിറ്റി ഇൻഡെക്സ് പറയുന്നതിന്റെ മുന്നേ, എന്താണ് വിസ്കോസിറ്റി? വാട്ട് ഈസ് വിസ്കോസിറ്റി? 2 ഫ്ലൂയിഡ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഒന്ന് വളരെ ഈസി ആയിട്ട് ആ ബീക്കറിലോട്ട് പോകുന്നു, ഫ്ലോ ചെയ്യുന്നു. ഇത് കുറച്ച് കട്ടിയായിട്ട് കാണാൻ പറ്റും. ഇതും ഫ്ലൂയിഡ് തന്നെയാണ്. ആക്ച്വലി വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഫ്ലൂയിഡിന് ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ആണ്. അല്ല, ഇവിടെ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ടല്ലോ, പെട്ടെന്ന് പോകുന്നില്ലല്ലോ, ആ റെസിസ്റ്റൻസ് ആണ് വിസ്കോസിറ്റി. അപ്പോൾ ഒരു ഫ്ലൂയിഡിന്റെ കേസിൽ അതിന് ഇന്റേണൽ ഫ്രിക്ഷൻ പറയുക എന്നുള്ള, അല്ലെങ്കിൽ ഇന്റേണൽ ഫ്രിക്ഷൻ ആണ് ഈ വിസ്കോസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലൂയിഡിന് ലാർജ് വിസ്കോസിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ദാറ്റ് റെസിസ്റ്റ് ദ മോഷൻ, അത് ആ മോഷനെ റെസിസ്റ്റ് ചെയ്യുന്നു, പെട്ടെന്ന് ബീക്കറിലോട്ട് എത്തുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല, എന്താണ് വിസ്കോസിറ്റി ഇൻഡെക്സ്. അപ്പോൾ വിസ്കോസിറ്റി പറയുമ്പോൾ എഗെയിൻ ഞാൻ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ എടുത്തു. ഒന്ന് ടൂത്ത് പേസ്റ്റ് ആണ്, അവിടെ ഹൈ വിസ്കോസിറ്റി ആണ് അല്ലേ? നിങ്ങൾക്ക് ആ ഫ്ലൂയിഡിറ്റി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതൊരു ഹണി ആണ്, അപ്പോൾ ഇതിന് മീഡിയം വിസ്കോസിറ്റി ആണ്. വാട്ടറിന്റെ കേസിൽ വളരെ കുറവ് വിസ്കോസിറ്റി ഉള്ളൂ, പെട്ടെന്ന് നമുക്കൊരു പാത്രത്തിൽ നിന്ന് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാൻ പറ്റും. ആൻഡ് നമ്മുടെ പോയിന്റ് ഇവിടെ ഒന്നും അല്ല, വിസ്കോസിറ്റി ഇൻഡെക്സ് എന്താണ്, വിസ്കോസിറ്റി ഡിപ്പെൻഡൻസ് വിത്ത് ടെമ്പറേച്ചർ എന്താണ്, അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഡെഫിനിഷൻ ആണ് ഇത്. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ പാർട്ടിന്റെ ആൻസർ ഇതാണ്. വാരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ വിസ്കോസിറ്റി ഇൻഡെക്സ്. ടെമ്പറേച്ചറുമായിട്ടുള്ള ഡിപ്പെൻഡൻസിനെയാണ് നമ്മൾ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആരുടെ ഡിപ്പെൻഡൻസ്? വിസ്കോസിറ്റിയുടെ ഡിപ്പെൻഡൻസ്. അതായത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വിസ്കോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതാണ് ഈ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന പാരാമീറ്റർ. Viscosity index is a measure of rate at which the viscosity of an oil changes with the temperature. അതേപോലെ ഒരു നല്ല ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആണെങ്കിൽ നമുക്കത് എങ്ങനെ പറയാൻ പറ്റും? വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ ഷുഡ് ബി സ്മോൾ ആയിരിക്കണം. ആൻഡ് ദാറ്റ് ഈസ് വിസ്കോസിറ്റി ഇൻഡെക്സ്. ദാറ്റ് വിസ്കോസിറ്റി ഇൻഡെക്സ് ഇസ് ഹൈ. അതായത് വിസ്കോസിറ്റി ഇൻഡെക്സിന്റെ കേസിൽ ആക്ച്വലി ഇതൊരു ഡിപ്പെൻഡൻസ് ആണെന്ന് പറഞ്ഞല്ലോ, വിസ്കോസിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ടോ എന്നുള്ള കണ്ടീഷൻ. ഒരു നല്ല ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ കേസിൽ എന്തായിരിക്കും? ആ വാരിയേഷൻ വളരെ കുറവായിരിക്കും. അതായത് എത്ര ഹീറ്റ് വന്നു കഴിഞ്ഞാലും ഒരു ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റിയുടെ കാര്യത്തിൽ ചേഞ്ച് വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമല്ലേ നമുക്ക് മെഷീൻസിലൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ഒരു ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വിസ്കോസിറ്റി ഇൻഡെക്സ് ഹൈ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വാരിയേഷൻ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിസ്കോസിറ്റി ഇൻഡെക്സ് ഹൈ ആയിരിക്കും. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കർവാണ്, ഇങ്ങനെ ഒരു കർവ് വരച്ചാൽ തന്നെ അതിൻ്റെ ആൻസർ കിട്ടി. ഞാൻ ഈ കർവിൽ ടെമ്പറേച്ചറും വിസ്കോസിറ്റിയും കാണിച്ചിട്ടുണ്ട്, 3 ഫ്ലൂയിഡിൻ്റെ സിറ്റുവേഷൻ കാണിച്ചിട്ടുണ്ട്, 3 ലൈൻസിൽ. അതിൽ ആദ്യത്തെ ലൈന് വെരി ഹൈ വിസ്കോസിറ്റി, ലോ വിസ്കോസിറ്റി, 3 കണ്ടീഷൻ. ഈ ഫസ്റ്റത്തെ നിങ്ങൾ ഈ ബ്ലൂ ലൈൻ കാണുന്നുണ്ടല്ലോ, ഈ ബ്ലൂ ലൈൻ. അപ്പൊ ഇതിന്റെ കേസിൽ നോക്കിക്കോ, ലോ വിസ്കോസിറ്റി ആണ്. അപ്പൊ ലോ വിസ്കോസിറ്റി ആണെങ്കിൽ അത് നോക്കിക്കോ എങ്ങനെയാ പോകുന്നത്, അതൊരു എന്താണ്, ഒരു ശരിക്കൊരു സ്ലോപ്പ് പോലെ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ ആ ലൈന്. അടുത്തത് ഹൈ വിസ്കോസിറ്റി 100 ആയിട്ടുള്ള അടുത്തൊരു ഓയിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ കേസ് റെഡിൽ കൊടുത്തില്ല. റെഡിന്റെ കേസിൽ കുറച്ചുകൂടി അതൊന്ന് ചെരിഞ്ഞ് വന്നു അല്ലേ,
ആ ഒരു എന്താ പറയുക ഡയറക്റ്റ് ഒരു ഇങ്ങനെ പോകുന്നതിന് പകരം കുറച്ച് അതിനൊരു സ്റ്റെബിലിറ്റി വന്നു. അടുത്ത് നോക്കിയേ വെരി ഹൈ എന്ന് പറഞ്ഞാൽ ഒരു 140 റേഞ്ചിലുള്ള ഒരു ഓയിലിന്റെ കേസിൽ ഈ ഒരു വയലറ്റ് കളറിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കോ, ഇത് കുറച്ചുകൂടി സ്റ്റേബിൾ ആയില്ലേ, സ്റ്റേബിൾ കണ്ടീഷനിലോട്ട് വന്നില്ലേ, ഒരു ആ സ്ലോപ്പ് ചെരിഞ്ഞൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ അല്ലെങ്കിൽ ഒരു പാരലൽ ലൈൻ പോലെ ആയി വരുന്നില്ലേ, അതാണ് ഉദ്ദേശിച്ചത്, സ്റ്റെബിലിറ്റി ആണ് കാണിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്, മനസ്സിലായത്, അതാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മുടെ കേസിൽ വിസ്കോസിറ്റി ഇൻഡെക്സ് ഈ ഒരു ടെമ്പറേച്ചർ വിത്ത് വിസ്കോസിറ്റി ചേഞ്ച് അധികം ഉണ്ടാവാൻ പാടില്ല, എന്നാൽ മാത്രമേ നമുക്ക് മെഷീൻസിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഓയിലിനെ. അപ്പൊ ഇതൊരു കുറച്ചുകൂടി ഇതിന്റെ പോയിന്റ്സ് ഒന്നുകൂടി പോയിന്റുകൾ പറയുവാണെങ്കിൽ, slope of the oil with a high viscosity, the slope of the oil with high viscosity is more horizontal. ഇതാണ് more horizontal, അതുകൊണ്ട് അതിന്റെ viscosity index ആണ് കൂടുതൽ. It is more stable across a wide range of temperature. നിങ്ങൾ എത്ര ടെമ്പറേച്ചർ കൊടുത്താലും ഈ ഓയിൽ അവിടെ സ്റ്റേബിൾ ആയി നിന്നോളും, അതിന്റെ വിസ്കോസിറ്റി പ്രോപ്പർട്ടി ഒന്നും മാറാൻ പോകുന്നില്ല. Therefore a lubricating oil with high viscosity is more desirable. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇതൊന്നും ആയിരുന്നില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് വിസ്കോസിറ്റി ഇൻഡെക്സിന്റെ കേസിൽ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്താണെന്ന് പറഞ്ഞു, ഓയിൽസിന് ഹൈ വിസ്കോസിറ്റി ആണ് അല്ലെ, ഓയിൽസിന് പെട്ടെന്ന് ഫ്ലോ ചെയ്യുന്ന ഒരാളല്ലല്ലോ വാട്ടറിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ, നീഡ് നോട്ട് നെസസറിലി ഹാവ് ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ്. അപ്പൊ എല്ലാ കേസിലും ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് ആവണമെന്നില്ല. ഇവിടെ കണ്ടോ, ഇതിപ്പോ 3 ഓയിലുകളാണ്, ചില ഓയിലിന്റെ കേസിൽ ലോ വിസ്കോസിറ്റി ഇൻഡെക്സ് ആയിരിക്കും, ചിലതിന് ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് ആയിരിക്കും, ചിലതിന് വളരെ ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് ആയിരിക്കും. പല രീതിയിലും നമുക്കിത് കിട്ടും, സിന്തറ്റിക് ഓയിൽ, മിനറൽ ഓയിൽ, അങ്ങനെ പല ടൈപ്പ് ഓയിലുകൾക്കും പല രീതിയിലാണ്. അതിപ്പോൾ ഈ ഒരു കർവിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എയറോബിക് ഓക്സിഡേഷൻ ആൻഡ് എനേറോബിക് ഓക്സിഡേഷന്റെ കമ്പാരിസൺ ആണ്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എയറോബിക് ഓക്സിഡേഷന്റെ കേസിൽ ഓക്സിജന്റെ പ്രസൻസിലാണ് നടക്കുന്നത്, അതൊക്കെ നമുക്കറിയാലോ. അടുത്തത് ഓക്സിഡേഷൻ ഇസ് ബൈ എയറോബിക് ബാക്ടീരിയ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 3 പോയിന്റ് എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി. പിന്നെ ഡ്യൂറിങ് ഡീകമ്പോസിഷൻ എന്താണ് നടക്കുന്നത്, എയറോബിക്കിന്റെ കേസിൽ കാർബോഹൈഡ്രേറ്റ്സ് CO2 H2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. റിയാക്ഷൻ പഠിച്ചു വെച്ചാൽ അത്രയും നല്ലത്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ കൂടി നിങ്ങൾക്ക് അവിടെ ഓർത്ത് വെക്കാം. അടുത്ത എനേറോബിക് ഓക്സിഡേഷൻ. എനേറോബിക്കിന്റെ ഓക്സിഡേഷന്റെ കേസിൽ എന്താണ്, ഇൻസഫിഷ്യന്റ് ക്വാണ്ടിറ്റി എന്ന് പറയണേ. എനേറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് എന്ന് പറയാൻ പാടില്ല. ഇൻ പ്രസൻസ് ഓഫ് ഇൻസഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ, ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാത്ത സമയത്ത് നടക്കുന്ന പ്രോസസ് ആണ് എനേറോബിക്. അത് നടക്കുന്നത് ആരാണ് നടത്തുന്നത്, എനേറോബിക് ബാക്ടീരിയ. ഇതേ പോയിന്റ്, 2 പോയിന്റും കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഡീകമ്പോസിഷൻ നടന്നു കഴിഞ്ഞാൽ 2 പ്രോഡക്റ്റ് ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡും മീതേനും. മീതേൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ വൃത്തിയായിട്ടൊരു ഒഫൻസീവ് സ്മെല്ല് കിട്ടുന്നത്, ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇതാണ് ഈ റിയാക്ഷൻ. ഈ റിയാക്ഷനും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ, വാട്ട് ആർ അയോൺ എക്സ്ചേഞ്ച് റെസിൻ. അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് എന്താണ്, what are, and give examples for cation, anion and anion exchange resin. Ion exchange resin, ion exchange resin or ion exchange polymer രണ്ടും കറക്റ്റ് ആണ്. അതൊരു റെസിൻ ഒരു പോളിമറും ആകാം. അതൊരു മീഡിയം ആയിട്ടാണ് അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സിൽ ആക്ട് ചെയ്യുന്നത്. അയോൺ എക്സ്ചേഞ്ച് റെസിൻ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ആണ്, അല്ലെങ്കിൽ ഒരു എന്താണ്, നമുക്കതൊരു ഫിൽട്ടർ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ അയോൺ എക്സ്ചേഞ്ച് റെസിൻ പോളിമർ. അല്ലെങ്കിൽ അതേപോലെ അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ആർ യൂസ് ടു സോഫ്റ്റൻ വാട്ടർ ബൈ റീപ്ലേസ്. ഇപ്പൊ മെയിൻലി ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലുള്ള ഹാർഡ് വാട്ടറിന്റെ കോമ്പോസിഷൻ ഒക്കെ ഓർമ്മയുണ്ടല്ലോ, CaCl2 MgSO4, അതൊക്കെയാണ് ഹാർഡ് വാട്ടർ. അപ്പൊ അതിലുള്ള കാറ്റയോൺസിനെയും ആനിയോൺസിനെയും റീപ്ലേസ് ചെയ്യുക എന്ന ഡ്യൂട്ടിയാണ് അയോൺ എക്സ്ചേഞ്ച് റെസിൻസിനുള്ളത്. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയ പോയിന്റ് അങ്ങനെ തന്നെ എഴുതണമെന്നില്ല. റീപ്ലേസിംഗ് ദ കാറ്റയോൺസ് വിത്ത് സോഡിയം അയോൺസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള സോഡിയം ക്ലോറൈഡിലെ സോഡിയം ആയിട്ട് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ആനിയോൺസിനെ ക്ലോറൈഡ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക, അങ്ങനെ ക്ലോറൈഡ് അയോൺസിനെ റീപ്ലേസ് ചെയ്യുക, അങ്ങനെ പല റീപ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. മെയിൻ ഇത്ര ആലോചിച്ചാൽ മതി. ഹാർഡ് വാട്ടറിൽ Ca2+ Mg2+ ഉണ്ട്, അല്ലെങ്കിൽ Cl2 മൈനസ് ഉണ്ട്, MgSO4 എന്ന് പറഞ്ഞാൽ SO4- ഉണ്ട്. നമ്മൾ ആദ്യം ഇവിടെ കാറ്റോൺ എക്സ്ചേഞ്ച് റെസിനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ കാറ്റോൺ എക്സ്ചേഞ്ച് റെസിൻ എന്താ ചെയ്യുന്നത്, കാറ്റോൺ എക്സ്ചേഞ്ച് റെസിൻ എന്ന് പറഞ്ഞാൽ അതിൽ H+ ഉണ്ടാവും. അപ്പൊ H+ ആരെ റീപ്ലേസ് ചെയ്യും, Ca2+നെ റീപ്ലേസ് ചെയ്യും. Ca2+നെ തടഞ്ഞു വെച്ചിട്ട് എന്ത് ചെയ്യും, പിന്നെ നമുക്ക് ഇതിലൂടെ പോകുന്ന പുറത്തേക്ക് വരുന്ന വാട്ടറിൽ H+ ആണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് Ca2+ കാണാൻ പറ്റുന്നുണ്ടോ, ഇവിടെ വരുന്ന സമയത്ത് Ca2+ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ എത്തുമ്പോൾ Ca2+ ഇല്ല. അവർ ഇവിടെ പോയി റീപ്ലേസ് ചെയ്തു, കാറ്റോൺ എക്സ്ചേഞ്ച് റെസിൻ റീപ്ലേസ് ചെയ്തു Ca2+ന് പകരം H+നെ കൊടുത്തു.
അപ്പോൾ അത് നമ്മൾ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ആനോൺ എക്സ്ചേഞ്ച് റെസിൻ ഉണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? ആനോൺസിനെ റീപ്ലേസ് ചെയ്യുന്നു. നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ NaOH ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ NaOH ആണ് ആനോൺ എക്സ്ചേഞ്ച് റെസിനായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിൽ OH മൈനസ് ഉണ്ടാവുമല്ലോ. OH മൈനസ് അയോൺസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആനിയോൺസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന Cl മൈനസ് അല്ലെങ്കിൽ SO4 മൈനസ് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് OH മൈനസ് വരും. അപ്പോൾ ഫൈനലി ഔട്ട്കം എന്ന് പറയുന്നത് H പ്ലസും OH മൈനസും കമ്പൈൻ ചെയ്തിട്ട് H2O എന്നുള്ള വാട്ടർ ഉണ്ടാവുന്നു. സോഫ്റ്റനിങ് പ്രോസസ്സ്. ഇത് പഠിച്ച ഒരാൾക്ക് ഇത് ഭയങ്കര സിമ്പിൾ ആണ്. അടുത്തത് അയോൺ എക്സ്ചേഞ്ച് റെസിൻ എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാൻ. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ ആരായിരുന്നു കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ? ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തത് സ്റ്റൈറിൻ ഡൈവിനൈൽ ബെൻസീൻ. ഇത്രയും വരുന്ന പാർട്ടാണ് സ്റ്റൈറിൻ ഡൈവിനൈൽ ബെൻസീൻ. കോപോളിമർ. ഇതൊരു കോപോളിമർ ആണ്. അതിനെ സൾഫണേറ്റ് ചെയ്താൽ മതി. സൾഫണേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ SO3H ആയിട്ട് മാറുമ്പോൾ SO3 മൈനസ് H പ്ലസ് കിട്ടിയില്ലേ? H പ്ലസിനെ അല്ലേ നമ്മൾ നേരത്തെ റീപ്ലേസ്മെന്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ള H പ്ലസ് ആണ് ഈ പ്രോസസ് ഒക്കെ ചെയ്യുന്നത്. H പ്ലസ് ആണ് റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഈ H പ്ലസ് എന്ത് ചെയ്യും? ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു കാറ്റയോൺ വരിക ചെയ്യുന്നത്. ആക്ച്വലി ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി H പ്ലസ് യൂസ് ചെയ്യുന്നു. അടുത്തത് ആനോൺ എക്സ്ചേഞ്ച് റെസിൻ്റെ കേസിൽ സ്റ്റൈറിൻ ഡൈവിനൈൽ ബെൻസീൻ തന്നെ അതേ സംഭവം. കാരണം മെയിൻ പാർട്ട് ഇത് തന്നെയാണ്. അതിൻ്റെ അകത്ത് ചിലപ്പോൾ ക്വാട്ടർണറി അമോണിയം ഓർ അമിനോ ഗ്രൂപ്പ് വരും. അപ്പോൾ ഈ ഗ്രൂപ്പ് നിങ്ങൾ ഓർത്ത് വെക്കണം, അല്ലാണ്ട് വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല. ഇങ്ങനെയുള്ള ഗ്രൂപ്പ് വന്നാൽ ഇവിടെ OH മൈനസ് ഈ ടെർമിനലിൽ ഉണ്ടാവും. ഈ OH മൈനസ് ആണ് ആക്ച്വലി എക്സ്ചേഞ്ച് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഹാർഡ് വാട്ടറിലുള്ള ആനിയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്ത് പകരം ഇവരങ്ങോട്ട് കയറും. അത്രയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിസ്കഷൻ്റെ ക്ലാസ് വരുന്നത്. താങ്ക് യു.